ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ പുതിയൊരു പ്രൊമോ എത്തിയിട്ടുണ്ട്. അല്ല, ഈ ലാലേട്ടനും ബിഗ് ബോസിനും എന്ത് പറ്റി? എല്ലാ വീക്കിലും വരുന്ന സമയത്ത് അനുമോളെ ഒരിച്ച് വറുത്ത് അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ ഈ വട്ടം ലാലേട്ടന് അനുമോളെടുത്ത് ഭയങ്കര സ്നേഹം. എനിക്ക് തോന്നുന്നു പ്രേക്ഷകരെ അഭിപ്രായങ്ങളൊക്കെ ബിഗ് ബോസും ലാലേട്ടനും സ്വീകരിച്ചെന്ന് തോന്നുന്നു കേട്ടോ. ഇന്നത്തെ പ്രൊമോയ്ക്കകത്ത് കണ്ടല്ലോ, അരിച്ചിട്ടും കുണിച്ചിട്ടും കണക്ക് ശരിയായെന്ന് തോന്നിയാൽ വീണ്ടും അരിച്ചും കുണിച്ചും നോക്കുക. ഇന്നത്തെ എപ്പിസോഡ് അനുമോള് കൊണ്ടുപോയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇന്നൊരു സ്കിറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് അതിനകത്ത് കറുത്തമ്മയുടെ വേഷമൊക്കെയാണ്, ഡയലോഗൊക്കെയാണ് അനുമോള് പറയുന്നത്. നല്ല രസമുണ്ട്. എന്തായാലും ഞാനിങ്ങനെ ഈ പ്രൊമോ വന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. കാരണം ഇത്രയും വീക്കില് ലാലേട്ടൻ ആദ്യമായിട്ടാണ് അനുമോളെടുത്ത് ഇത്രയും ഒരു സ്നേഹത്തോടെ അല്ലെങ്കിൽ ഒരു കൊഞ്ചലോടെ സംസാരിക്കുന്നത്. കഴിഞ്ഞ വീക്കിലൊക്കെ നമ്മൾ കണ്ടതാണ്, ലാലേട്ടൻ വന്ന് നിർത്തി അനുമോള് വെറുതെ ഇരുന്നാൽ പോലും അനുമോളെ എണ്ണീപ്പിച്ച് ഇരുത്തിയിട്ട്, അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് അനുമോള് ജസ്റ്റ് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ പോലും എന്തിനാ നീ ചോദിച്ചത്, നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചോ എന്നൊക്കെ ചോദിച്ച് തന്നെ ലാലേട്ടൻ ഫയർ ചെയ്യുന്ന ലാലേട്ടനെ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വട്ടം ഇന്നത്തെ പ്രൊമോയില് വ്യത്യസ്തമായിട്ടുള്ളൊരു ലാലേട്ടനെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അനുമോളെടുത്ത് ഭയങ്കര സ്നേഹം. അതാണ് ഞാൻ പറഞ്ഞത്, പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസും ലാലേട്ടനൊക്കെ സ്വീകരിച്ചെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ജിഷൻ ഔട്ടാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത്. അപ്പം എനിക്ക് ഒരു ഫെയർ ആയിട്ട് തോന്നില്ല, അൺഫെയർ ആയിട്ടേ തോന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാബുമാനെ പോലൊരു ആൾ അവിടെ നിൽക്കുന്ന, സാബുമാൻ ജീവിതത്തിൽ നല്ലൊരു വ്യക്തിയായിരിക്കും, പക്ഷെ ബിഗ് ബോസിന് പറ്റിയൊരു മെറ്റീരിയൽ അല്ല. കാരണം ഒരു 100 ദിവസം അവിടെ പോയി കിടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചുമ്മാ അവിടെ പോയി കിടന്നിട്ട് കാരണം ഈ ജനങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വോട്ട് കൊടുക്കുന്ന ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ സീരിയസ് ആയിട്ട് പറയുവാടെ, വോട്ട് കൊടുക്കുന്ന ജനങ്ങൾ, കാരണം നിങ്ങൾ പൈസ കൊടുത്ത് വോട്ട് സ്റ്റാറും ചെയ്ത് ഈ വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവിടെ നിൽക്കുന്ന വാഴകളെ വോട്ട് ചെയ്ത് അവിടെ നിർത്തല്ലേ. കാരണം ഇത് അവർ വെറുതെ അല്ല അവിടെ പോയി കിടക്കുന്നത്. ചുമ്മാ അവിടെ കിടക്കുന്ന അവർക്ക് വീക്കിലി നല്ലൊരു എമൗണ്ട് ബിഗ് ബോസ് എണ്ണി അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഇവർ അവിടെ നിൽക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കും. അപ്പം നിങ്ങൾ അവിടെ അൺഫെയർ ആയിട്ട് ഇപ്പം തന്നെ ഈ ജിഷന്റെ എവിക്ഷൻ അത് അൺഫെയർ തന്നെയാണ്, ഫെയർ അല്ല. കാരണം ജിഷനൊക്കെ ഈ സാബുമാനേക്കാളും എത്രയോ പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, എത്രയോ മുകളിൽ നിൽക്കുന്ന ഒരാളാണ് ഈ ജിഷൻ. എല്ലാ കാര്യത്തിനകത്തും ആക്റ്റീവാണ്, ടാസ്കിനകത്ത് ആക്റ്റീവാണ്. ലാസ്റ്റ് വീക്ക് നമ്മൾ കണ്ടതാണ്, ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ടാസ്കിനകത്തും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഒരാൾ നിൽക്കുമ്പോഴത്തേക്ക് ഈ സാബുമാനെ പോലുള്ള ഒരാളെ അവിടെ സേവ് ചെയ്ത് നിർത്തുന്നത് കാണിക്കുന്നത് വളരെ മണ്ടത്തരം കേട്ടോ. കാരണം നമുക്ക് വേണ്ടുന്ന എന്താണ്, ഗെയിം കളിക്കുന്ന ഒരാളെയാണ് അവിടെ നിർത്തേണ്ടത്. സാബുമാൻ ജീവിതത്തിൽ നല്ലൊരു വ്യക്തിയായിരിക്കാം, നല്ലൊരു മനുഷ്യനായിരിക്കാം. അന്ന് വിചാരിച്ച് നമ്മൾ സമയവും ചിലവാക്കി കണ്ട്, പൈസയും ചിലവാക്കി കണ്ട്, ഇതെല്ലാം ചിലവാക്കി കണ്ടിട്ട് ഈ ഒരു വാഴ അവിടെ നിർത്തേണ്ട കാര്യം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം സാബുമാൻ ചിലപ്പോൾ ജീവിതത്തിൽ നല്ല ആളായിരിക്കാം, ശരി, സമ്മതിച്ചു. പക്ഷേ പുള്ളിക്ക് നല്ലൊരു എമൗണ്ട് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ടേ. അപ്പം ആ പുള്ളി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അഭിപ്രായമെങ്കിലും ഒന്ന് ജസ്റ്റ് പറയണ്ടേ. ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പം എന്തുകൊണ്ടും ജിഷനല്ല ഇവിടെ പോവേണ്ട ആളായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാബുമാനെ പോലുള്ള ആൾ ഇവിടെ കിടക്കുമ്പോഴത്തേക്ക് ഒരു കാരണം സാബുമാൻ ആദിലേക്ക് എപ്പോഴേ പോകേണ്ട ആൾക്കാരാണ്, ഒരു യോഗ്യതയില്ലാത്ത ആൾക്കാരാണ് ഈ ആദിലയും അതുപോലെ സാബുമാനൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ അതിനെ പറ്റിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇന്നലത്തെ എപ്പിസോഡിനകത്ത് അനുമോളെ നിലപാട് എത്രത്തോളം ശരിയാണെന്ന് ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ. ഡബിൾ ഫേസ്, പലരെയും ഡബിൾ സ്റ്റാൻഡാണ് ഇന്നലെ പൊളിഞ്ഞു വീണത് അവിടെ. എക്സ്പെഷ്യലി അക്ബർ, ആര്യനും ജിസനും തമ്മിലുള്ള വിഷയത്തിൽ അക്ബർ പൊളിഞ്ഞു, അക്ബറിൻ്റെ ഇരട്ട ഫേസ് പൊളിഞ്ഞു, നല്ല രീതിയിൽ പൊളിഞ്ഞു. അതുപോലെ ഒനിയൻ സാബു, അഭിലാഷ്, ബിന്നി എന്ന് വേണ്ട ഇവരെ എല്ലാം ഇരട്ട ഫേസ്, ആദില, നൂറ, ഇവരെല്ലാം ഇരട്ട ഫേസ് ഇന്നലെ പൊളിഞ്ഞു വീണു. എനിക്ക് തോന്നുന്നു അഭിലാഷൊക്കെ പോകുന്നതിന് മുമ്പേ ബിഗ് ബോസ് ഇത് കൊടുത്തൊരു പണി തന്നെയാണ്. കാരണം പോകുന്നതിന് മുമ്പേ ഇതൊന്ന് ക്ലിയർ ആക്കി വിടാമെന്ന് ബിഗ് ബോസ് വിചാരിച്ച് കാണാം, അതുകൊണ്ടായിരിക്കും ഇട്ടത്. അത് മാത്രമല്ല, അടുത്ത ആഴ്ച പൊട്ടിക്കാനുള്ള പരിപാടിയെല്ലാം ഇട്ട് വെച്ചിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് തീർത്തത്. ഇനി നോക്കിയോ, ഇനി ആര്യനും ജിസേലും ഒരുമിച്ച് അങ്ങോട്ട് ചേർന്നിട്ട് ബിഗ് ബോസ് വീട് ഇളക്കി മറിക്കും. ഈ ഒരു വിഷയമായിരിക്കും ഇനി അടുത്ത ആഴ്ച ചർച്ചയാവുന്നതും സംസാരിക്കുന്നതും. ഇന്നലെ അനുമോള് പറഞ്ഞ കാര്യം എത്രത്തോളം ശരിയാണെന്ന് ഇന്നലത്തെ ഒരു എപ്പിസോഡ് കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇന്നലെ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലാലേട്ടൻ എല്ലായിടത്തും അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്.
അക്ബറിൻ്റെ അടുത്ത്, അതുപോലെ ബിന്നി അടുത്ത്, അഭിലാഷിൻ്റെ അടുത്ത്. അപ്പം ഇവരെന്താണ് പറഞ്ഞത്? ഇവരെ രണ്ടാമത്തെ ഫേസാണ് ഇന്നലെ നമ്മൾ കണ്ടത്, ഡബിൾ സ്റ്റാൻഡ്. ഇവരെല്ലാം പറഞ്ഞ് ജിസയിലും ആര്യനും തമ്മിൽ എന്തോ ഉള്ളതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നാണ് ഇവർ പറഞ്ഞത് അല്ലേ? ഇതേപോലെ ആയിരുന്നു അനുമോൾ അന്ന് പറഞ്ഞതും. അന്ന് അനുമോൾ പറഞ്ഞപ്പോഴത്തേക്ക് ഈ പറയുന്ന ആൾക്കാരൊക്കെ, ഈ അക്ബർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിന്നി ആയിക്കോട്ടെ, അഭിലാഷ് ആയിക്കോട്ടെ, ഒനിയൻ സാബു ആയിക്കോട്ടെ, ഇവരെല്ലാം എന്താണ് പറഞ്ഞത്? ആദില ആയിക്കോട്ടെ, ആദില പിന്നെ പറയണ്ടല്ലോ, കൂടെ നിന്ന് പനാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കൂടെ നിന്ന് കാലുവാരിയ വ്യക്തിയാണ് ഈ പുള്ളിക്കാരിയാണ് ഈ ആദില. അപ്പൊ ഇവരൊക്കെ അന്ന് എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഒരാളെ പറ്റി, ഒരു ആണും പെണ്ണും ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കുന്നത് ശരിയാണോ? അത് നിങ്ങളെ ചിന്താഗതിയിലെ കുഴപ്പമാണ്. ഈ നെവിൻ ഉൾപ്പെടെ പറഞ്ഞാണ് അത് നിങ്ങളെ കാഴ്ചപ്പാട് അങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചതാണ്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യനും ജിസേലും തമ്മിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, നമ്മൾ അവരെ തമ്മിൽ ഒരു പ്രശ്നവും കാണുന്നില്ല, അവർ നല്ല ഫ്രണ്ട്ഷിപ്പാണ്, മണ്ണാങ്കട്ടയാണ്, മറിച്ചയാന്ന് പറഞ്ഞ് അനുവിനെ അവിടെ നിർത്തി പൊരിക്കാൻ ഇട്ട് കൊടുത്തിട്ട് ഈ മരവാഴകളെല്ലാം കൂടെ അവിടെ കാലും ഇരുന്നത് നമ്മളെല്ലാം കണ്ടയാണ്. മനസ്സിലായോ? ബിഗ് ബോസ് ടീം, ബിഗ് ബോസ് ഇന്നലെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഇവർ കിട്ടൊരു പാണി അങ്ങോട്ട് കൊടുത്തേട്ടോ, ആവശ്യമായിരുന്നു. കാരണം ഇവരെ ഡബിൾ ഫേസ് കാണിക്കുന്ന ജനങ്ങൾക്ക് ഓൾറെഡി അറിയാം. പക്ഷെ അവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാർക്കും, എസ്പെഷ്യലി ആര്യൻ അതുപോലെ ജിസയിൽ, ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവണമായിരുന്നു ഈ ബാക്കിയുള്ള ആൾക്കാരെ ഡബിൾ ഫേസ്. അതാണ് ഇന്നലെ പൊളിച്ച് കയ്യിൽ കൊടുത്തത്. ലാലേട്ട അനുമോടത്ത് ചോദിക്കുന്നുണ്ട്, അനുമോക്ക് എന്താണ് പറയാനുള്ളത്? ലാലേട്ട, എനിക്കിതിനെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല. കാരണം ഈ ഒരു വിഷയം ഞാൻ പറഞ്ഞതാണ്. അപ്പം നിങ്ങൾ ആരും എന്നെ അംഗീകരിച്ചില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അവരെ ഒരു കാര്യത്തിലും ഞാൻ നോക്കാനും പോകുന്നില്ല, ഇടപെടാനും പോകുന്നില്ല. അവരെ പാടായി. അവരിനി കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ എന്ത് ചെയ്താലും എനിക്കൊരു പുല്ലും ഇല്ലെന്ന് അനുമോൾ പറഞ്ഞ് ലാലേട്ടൻ പിന്നെ ഒന്നും സംസാരിച്ചില്ല, അതിനെപ്പറ്റി ചോദിച്ചതേയില്ല. ഇരട്ടത്താപ്പ്, ഇവരെ എല്ലാം ഇരട്ടത്താപ്പ് ഇന്നലെ പൊളിഞ്ഞു വീണു. മാസ്ക് കഴിഞ്ഞ് വീണടേ. ഇല്ല മറ്റേ ഫിറോസ് ഖാൻ പറയുന്ന പോലെ മാസ്ക് പൊളിഞ്ഞു വീണു. ഇനി മാസ്ക് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എല്ലാവരും മാസ്കും ഇന്നലെ പൊളിച്ചടുക്കി ലാലേട്ടനും ബിഗ് ബോസും കയ്യിൽ കൊടുത്തു. ഞാൻ അതല്ല ആലോചിക്കുന്നത്, ഈ ഒരു വിഷയം ഇന്നലെ എടുത്തിടാൻ എന്താണ് റീസൺ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം കാരണം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ചൊല്ലിയിട്ട് അടുത്ത വീക്ക്, ഇനി വരുന്ന വീക്ക്, ഇന്നത്തെ എപ്പിസോഡും കൂടെ കഴിഞ്ഞിട്ടുള്ള വീക്ക് ബിഗ് ബോസ് വീട് ഇളക്കി മറിച്ച് തല കീഴെ വെക്കാനുള്ള ഒരു കോണ്ടന്റാണ് അവിടെ കൊടുത്തതെന്നാണ് തോന്നുന്നത്. കാരണം ഈ 50 ദിവസം വരെ ഈ ഒരു സീസൺ സത്യം പറയുവാണെങ്കിൽ ഇപ്പം നോർമലി ഡൗൺ ആണ്. ഇതുവരെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ഒരു മത്സരാർത്ഥിയാണെങ്കിലോ, ഇപ്പം നിലവിൽ അനീഷ്, അതുപോലെ ഈ പറയുന്നുള്ള അനുമോള്, ഷാനവാസ്, ഇവരൊക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഇതുവരെ ഒരു വ്യക്തിയിലേക്ക് ഈ ഒരു ഷോ ഫോക്കസ് ചെയ്ത് പോയിട്ടില്ല. അപ്പം ഒന്നും കൂടെ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണോ എന്ന് അറിയത്തില്ല. എന്തായാലും നല്ലൊരു കോണ്ടന്റ് ആണ് ബിഗ് ബോസ് ടീമും അതുപോലെ ലാലേട്ടിനും കൂടെ ഇന്നലെ ഇട്ട് കൊടുത്തിട്ട് പോയത്. എനിക്ക് തോന്നുന്നു ഒരു അമിട്ടാണ് ഇട്ട് കൊടുത്തിട്ട് പോയത്. എന്തായാലും ഈ വീക്ക് നോക്കിയോ, പൊട്ടും, എന്തെങ്കിലുമൊക്കെ പൊട്ടും. മിക്കവാറും ഒരു ഫിസിക്കൽ അസാൾട്ടിലേക്ക് തന്നെ പോകും. ആര്യനൊക്കെ മിക്കവാറും വേറെ ലെവലിലോട്ട് പോകും. ആര്യനൊക്കെ പോസിറ്റീവായി വരുക, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവായി വരിക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. അപ്പം വീഡിയോ ലൈക്കും കൂടെ ചെയ്യുക.